വാളിയ, നമുക്ക് ജിമ്മ് തുടങ്ങാം. ഏറ്റളിയ, രോഗമില്ലാത്തവർക്ക് ഈ ജിമ്മിനകത്തേക്ക് പ്രവേശനമില്ല. കണ്ടുപിടിക്ക, ഞങ്ങൾ ഡോഗ്സ് എങ്ങനെയാണ് ജിമ്മി വർക്കൗട്ട് ചെയ്യുന്നതെന്ന്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വളരെ ഈസിയാണ് കേട്ടോ. കണ്ടോ, പിടിച്ചോ, ഇങ്ങനെ ചെയ്യും. അങ്ങനെ 148, 149, 150. ഇന്നെന്തായാലും ഇത്രയൊക്കെ മതി. നീ ഏതാണ്? രോഗമില്ലാത്തവർ ഈ ജിമ്മിൽ വേണ്ട. അതെ, തനിക്കൊരു കാര്യം അറിയാവോ? ഞാൻ പറയില്ല. പിന്നെ എന്തിനാടാ ചോദിച്ചതാ? അത് ഞങ്ങൾ പറയില്ല മാഷേ. ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഈ ജിമ്മ് പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി വേഗം സ്ഥലം വിട്ടോ, അഥവാ വാച്ച്മാനെ ആവശ്യം വന്നാൽ അപ്പം ഞങ്ങൾ നിന്നെ വിളിച്ചോളാം. എടാ മരത്തലയാ, 2 എണ്ണം തന്നാ നിന്റെ കൈ ഇതാ ഇങ്ങനെ തൂങ്ങിക്കിടക്കും പറഞ്ഞേക്കാം. പിന്നെ നിനക്ക് ആർക്കും കൈ കൊടുക്കാനും കഴിയില്ല, ടാറ്റ കാണിക്കാനും കഴിയില്ല. എന്തോന്ന്? അത് പറയില്ല. എന്തിനാ ചോദിച്ചത്? അത് ഞങ്ങൾ പറയില്ല മാഷേ. ഇനി ഈ ജിം ഞങ്ങളുടേതാണ്. ഞങ്ങളിവിടെ ഭരിക്കുമ്പോ ഡോഗ്സിന് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ, മറ്റാർക്കുമില്ല. ഞാനും ഒരു ഡോഗാണ്. അത് ശരി, നീ ഡോഗായിരുന്നു. ഞാൻ കരുതിയത് നീ ഡോങ്കി എന്നാ. മുടി മുറിച്ചിട്ട് വന്നതാ ഞാൻ വിചാരിച്ചത്. അതെ, ഈ ജിമ്മ് തോത്താറാമിന്റെതാണ്. ആടിക്കുമാരായി. ഞാൻ ഈ ബോളില് കോൺഫ്ലെക്സ് കഴിച്ചാലോ എന്ന് ആലോചിക്കുക. ദാ കണ്ടോ? ഇവന്മാരെ ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് തോൽപ്പിക്കേണ്ടത്. വാ, നമുക്ക് പോകാം. ബൈ ബൈ. എനിക്ക് വൃത്തികേട് ഇഷ്ടമാണ്, കാരണം ഞാനൊരു പിഗാണ്. എനിക്ക് വൃത്തിയില്ല ഗായ്. ഹായ്, ബൈ ബൈ ബൈ. മേഡം വരുന്നതിന് മുമ്പ് ഇവനെ ഒന്ന് കുളിപ്പിച്ചെടുക്കേണ്ടി വരും. ഹായ്, അത് വളരെ ഫണ്ണി ആയിട്ടുണ്ട്. ആരെങ്കിലും എന്റെ പുറത്ത് വെള്ളം ഒഴിച്ചാൽ അവരെന്റെ കയ്യിൽ നിന്ന് ഇടി വാങ്ങിക്കാം. എടാ പോർക്കൻ കുമാറേ, നിന്നെ എന്റെ കൈ കൊണ്ട് കുളിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ബണ്ണിയല്ല. ചിണ്ടു, നിനക്ക് അവനെ കുളിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ചിണ്ടു, നീ തന്നെയല്ലേ പറഞ്ഞത് അഥവാ കുളിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ പേര് ബണ്ണിയല്ലെന്ന്? മനസ്സിലായോ ശശി? പിടിക്കവനെ. കൊള്ളാം കൊള്ളാം കൊള്ളാം. എന്താ ഒരു രസം. സുരേഷേ, ദേ വീണ്ടും നിനക്ക് അവനെ കുളിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ. സുരേഷോ, നീ അല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് നിന്റെ പേര് മാറ്റുമെന്ന്? ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. നിക്കടാ അവിടെ. നിക്കാനല്ലേ പറഞ്ഞേ?
ബൈ ബൈ ബൈ. നിങ്ങൾക്ക് എന്നെ ഒരിക്കലും പിടികിട്ടില്ല. ബൈ. എന്നാ ഇപ്പൊ കാണിച്ചു തരാം. ഇന്ന് മഴ പെയ്യാനുള്ള ഒരു സാധ്യതയില്ലെന്നാ കാലാവസ്ഥ കേന്ദ്രം പറയുന്നത്. ഈ പത്രത്തിൽ പറയുന്നത് മൊത്തം പച്ചക്കള്ളോ. മമ്മി മമ്മി എനിക്കിപ്പോ സ്വിമ്മിംഗ് പൂളിൽ പോണം മമ്മി. You are the best മമ്മി. ഞാനൊരു കുഞ്ഞിനെ വിട്ട് ഒരിക്കലും പോകില്ല, സത്യമായിട്ടും. സത്യം വെറുതെ ആയല്ലോ. നിനക്ക് ഇപ്പോഴും അവനെ കുളിപ്പിക്കാൻ പറ്റിയില്ലല്ലോ ഉത്തമ. ഉത്തമനോ? നെയിം ചേഞ്ച്, നെയിം ചേഞ്ച്. ബൈ ബൈ ബൈ. നീ ആകെ വൃത്തികേടായല്ലോ ഹണി. നമുക്കൊക്കെ വൃത്തികേടാവാൻ ഒരു നല്ല സ്ഥലമുണ്ട്. നീ അങ്ങോട്ട് വരുന്നോ? എന്നാ വാ, നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോയേക്കാം. വാ വാ വാ, വേഗം പോയേക്കാം. ഈ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു. പഴകിയ ആഹാരങ്ങളാണ് എന്റെ ഫേവറേറ്റ്. 1 2 അല്ലെങ്കിൽ 50 വരെ. എന്റെ തലക്കകത്തെന്തോ മൂളുന്നു. പൂരത്തിന് അമിട്ട് പൊട്ടുന്ന പോലെ ഉണ്ട്. നിങ്ങൾ എന്നെ കെടിയിലാക്കിയല്ലേ, ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ബൈ ബൈ ബൈ. വൃത്തി എനിക്ക് ഇഷ്ടമല്ല. ഹായ്, എന്നെ നിങ്ങളൊന്ന് വെറുതെ വിടൂ ഗായ്. ചെളിയില്ലാതെ എനിക്കൊരു ജീവിതമില്ല. ബൈ. കൊച്ചളിയ വല്ലാതെ ദാഹിക്കുന്നുണ്ട്. ഹൈ, ഇതിലൊന്നും ഇല്ലല്ലോ. ആ കുപ്പിയിൽ നോക്കാം. അല്ല, ഇതിലൊന്നുമില്ലേ? ഞാൻ ഇനി വെള്ളം എവിടെ ചെന്ന് അന്വേഷിക്കാനാ? ഇനി ഏതായാലും അടുക്കള ചെന്ന് നോക്കാം. ആഹാ, വെള്ളം കിട്ടി. ഏയ്. അടിപൊളി, ദേ കേക്ക്. ഇനി എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നിങ്ങളിവിടെ എന്താ ഈ ചെയ്യുന്നേ? വേഗം പുറത്തേക്ക് വാ. മേഡം അങ്ങനെ കണ്ടോണ്ട് വന്നാ തീർന്നു. ഹായ്, നിങ്ങൾക്കായി എന്താ കൊണ്ടുവന്നിരിക്കുന്നേന്ന്? ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പെറ്റ് പിഗ് ആണ്. പേര് പോർക്കൻ കുമാർ. ഫ്രണ്ടിന്റെ പേര് വളരെ നന്നായിട്ടുണ്ട്. അതിരിക്കട്ടെ, ഇവന്റെ പേരെന്താ? ബൈ ബൈ ബൈ. ഞാനാണ് പോർക്കൻ കുമാർ. കുട്ടികളെല്ലാം വികൃതികളാണ്. അവർ പിഞ്ചു മനസ്സിന്റെ ഉടമകളുമാണ്. ആക്ച്വലി എനിക്കറിയില്ല മാഡം എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഏതായാലും വന്ന സ്ഥിതിക്ക് ഒരു സ്മോൾ ചായ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ബൈ ഹായ് ഹായ്. സൂക്ഷിച്ച്. നമ്മൾ ജീവിതത്തിൽ എപ്പോഴും മുൻപോട്ടാണ് പോകേണ്ടത്. താനാണെങ്കിൽ പുറകോട്ടാണല്ലോ പോകുന്നത്. മതി മതി. ബൈ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയി കളഞ്ഞേക്കരുത്. ഇത് ആഘോഷിക്കാനുള്ള സമയമാണ് ധനിയ. ഈ വൃത്തികെട്ട ചെളി കൊണ്ടുള്ള കളി വളരെ രസകരമാണ് കൂട്ടുകാരെ. എനിക്ക് ഈ ചെളിയിൽ കളിക്കാനും കുളിക്കാനും ഉള്ള സമയമായിരിക്കാണ്. ഡു നോട്ട് ഡിസ്റ്റർബ് മീ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ആൻഡ് ഗായ്സ്. ബൈ ബൈ ബൈ. വേണ്ട, നിക്ക്. അവിടെ
നിൽക്കാനാ പറഞ്ഞത്. പിടിക്ക്. പിടിക്ക്. ഹലോ, ഇന്ന് ഈ സമയത്ത് മഴ പെയ്യാൻ സാധ്യതയുണ്ടോ? എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ അല്പം ചോക്ലേറ്റ് എടുക്കാനുണ്ടോ? അറിയില്ലെങ്കിലും ഞാൻ ഗൂഗിൾ നോക്കി അഡ്ജസ്റ്റ് ചെയ്യും. ഇതിനധികം മധുരമില്ല എങ്കിലും ഞാൻ പഞ്ചസാര കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. താങ്ക് യു ആൻഡ് അടിക്കായി. ബൈ ബൈ ബൈ. ഇനിയും വെറുതെ കിടക്കാനുണ്ട്. നിർത്ത. ഇതെന്തായാലും എനിക്ക് അടിപൊളിയായിരിക്കും. ഇരിക്കട്ടെ. ഇതെന്തായാലും കാണാൻ നല്ല രസമുണ്ട്. കുഴപ്പമില്ല, എന്തായാലും ഇരിക്കട്ടെ. ലാപ്ടോപ്പ്. ഞാനെന്തായാലും പഴമക്കാരനായ ഒരാളാണ്. പേപ്പറും പേറിയും ഉപയോഗിക്കാൻ അറിയാവൂ. ഈ ലാപ്ടോപ്പ് വച്ച് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തായാലും ഇരിക്കട്ടെ. $10 ലക്ഷം. ഓ, ഇതെല്ലാം കൂടെ ഇതിനകത്ത് കൊള്ളില്ലെന്നാ തോന്നുന്നത്. ഇത് നീ വച്ചോ. ഇത് നീ വച്ചോ. എന്നാ ഇത് നീയും വച്ചോ. എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ഇത്രയും ബലവാന്മാരായ പിള്ളേരുള്ളപ്പോൾ ഞാൻ ഒരിക്കലും നടന്നു പോകേണ്ട ആവശ്യമേ ഇല്ല. നന്നായി ഒരു മകനെ. ആരെയും വിഷമിപ്പിക്കുന്നത് എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല. ചായ കുടിക്കുന്നതും പാല് കുടിക്കുന്നതും എനിക്കിഷ്ടമല്ല. പക്ഷെ എനിക്കിഷ്ടമുള്ളത് കട്ടൻ ചായയും കടിയുമാണ്. ഇവനെ കള്ളനായ കുരങ്ങനാണ്. ഈ പ്രാവശ്യം ഇവൻ ഇവരെയും പറ്റിച്ചിരിക്കുകയാണ്. കേട്ടോളൂ, ആ കുരങ്ങൻ ഒരു കള്ളനാണ്. കണ്ടോ, ഇവനൊരു കള്ള കുരങ്ങനാ. ഇവനെ നമുക്ക് ശരിപ്പെടുത്തണം. ഇനി ഒരിക്കലും ഇവൻ ആരെയും പറ്റിക്കാൻ പാടില്ല. ഞങ്ങളെ പറ്റിക്കായിരുന്നു നീ. ഞാൻ ആരെയും പറ്റിച്ചിട്ടേ ഇല്ല. നിങ്ങൾ ആഗ്രഹിച്ചാണ് ഇതൊക്കെ വാങ്ങി തന്നത്. പിന്നെ എങ്ങനെ ഇത് പറ്റിക്കലാകും? രക്ഷപ്പെട്ടു. ഹണി, ആ ട്രോളിയെ പിടിക്കേ. ആ ട്രോളിൽ വേറെ ആരുടെ സാധനമാണ് ഉണ്ടായിരുന്നത്. ഇന്നാ ഇത് എംറ്റി ആണ്. ഇത് യൂസ് ചെയ്തോളൂ. ഐഡിയ. വേഗം അവന്റെ പുറകെ പോ. തമാശ. എടാ വേണ്ട, അവൻ അതിനകത്തുള്ള കത്രി എടുത്ത് ഇതങ്ങനെ മുറിച്ചു കളഞ്ഞാലോ? കത്രികയോ? എവിടെ? കിട്ടിപ്പോയി. Thank you and bye bye. പറഞ്ഞു കൊടുക്കടാ, എല്ലാവരും പറഞ്ഞു കൊടുക്ക്. വേണമെങ്കിൽ വീട്ടിലെ വൈഫൈയുടെ പാസ്വേഡ് കൂടി പറഞ്ഞു കൊടുക്ക്. ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. അതിന്റെ പാസ്വേഡ് സി പോപ്പട്ടെന്നും പറയില്ല. കേട്ടോളൂ, എന്റെ പക്കൽ ഒരു പ്ലാൻ ഉണ്ട്. എന്താ, മനസ്സിലായോ? എന്റെ അടുത്താണോ കളി? ഇന്നാ പിടിച്ചോ. അടിപൊളി. എന്തായാലും കൊരങ്ങനെ പിടിച്ചു. കൊച്ചളിയൻ എന്തായാലും ഒരു കയ്യടി നമുക്ക് കൊടുക്കണം. വേണ്ട, കയറിന്ന് പിടിവിടരുത്. വേണ്ട, ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാ.
കള്ളനായ കുരങ്ങനെ പിടിക്കൂ. കങ്കാരു എന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കുകയാണവൻ. എന്നെ പറ്റിക്കാൻ പറ്റില്ല. നിന്റെ വേല നിന്റെ കയ്യിലിരിക്കട്ടെ. മോഷണം എന്നത് എന്റെ ഒരു വിനോദമാണ്. നീ എത്ര തന്നെ ശ്രമിച്ചാലും എന്നെ നിന്നെ കൊണ്ട് പിടിക്കാൻ കഴിയില്ല. ജീവൻ വേണമെങ്കിൽ എല്ലാവരും മാറിക്കോ. അക്കുത്തെ കുത്താന വരമ്പത്ത് കല്ലേ കുത്ത് കരിങ്കുത്ത്. ഓഹ്, എന്നെ കൊണ്ട് വയ്യ. നല്ല നാരങ്ങയിൽ ഉണ്ടാക്കാം അച്ചാറ്. 98, 99, 100. അവധി ദിവസം കുട്ടികൾ എല്ലാവരും പോയി കളിച്ചോ. ഇപ്പോൾ എല്ലാവരും പോയി ഒളിച്ചോ. ഇനി മനസമാധാനത്തോടെ ന്യൂസ് പേപ്പർ ഒന്ന് വായിക്കട്ടെ. ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുന്നതുകൊണ്ട് എല്ലാവരും എന്റെ മുമ്പിൽ വന്ന് എത്തിയിരിക്കുകയാണ്. ഇപ്പോ കള്ളന്മാരെ പിടിക്കും ഇന്റർപോൾ. ഞാൻ 5 പേരെയും കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇന്റർനെറ്റിൽ പോലും ഇത്രയും വലിയ ചീറ്റിംഗ് ഇല്ല. അതിനേക്കാളും വലിയ ചീറ്റിംഗ് ആണ് ഖന്ന സാർ ചെയ്തിരിക്കുന്നത്. സംശയമുണ്ടോ? ഖന്ന സാറേ, അങ്ങേക്കെന്താ നാണമില്ലേ? ഞങ്ങളെക്കാളും അങ്ങ് മൂത്തതാ, എന്നിട്ട് പോലും ചീറ്റും ചെയ്യാണോ? കുട്ടികളെ, ഞാൻ തമാശ കാണിച്ചതാ. നിങ്ങൾ ഞാനാണ് ഏറ്റവും വലിയവൻ. എന്റെ പേരാണ് പാഞ്ചിറാവു. എന്നോട് കളിക്കുന്നവര് ഞാൻ കൊടുക്കും 8ന്റെ പണി. എന്നോട് കളിക്കാൻ നോക്കണ്ട. നിങ്ങളെങ്ങാനും എനിക്ക് പണി തരാൻ നോക്കിയാൽ തീരും നിങ്ങളുടെ പണി. എങ്ങനെയുണ്ട്? എടാ, 5 - 3 = 2. Who are you? നിന്റെ പൂർവികനാണ് പൂർവികൻ. ഏത് പൂരിയാ? ചോളാപൂരിയാണോ അതോ ബേൽപൂരിയാണോ? മറമണ്ടനായ മഞ്ഞ പൂച്ചേ, ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഞങ്ങളെ പോലെ കുരങ്ങന്മാരിൽ നിന്നാണ് മനുഷ്യരുണ്ടായത്. അങ്ങനെ നോക്കുമ്പോ നിന്റെ മുത്തച്ഛന്റെ 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 മുത്തച്ഛൻ ഞാൻ തന്നെയാണ്. ഇതൊക്കെ വേണമെങ്കിൽ ഫോട്ടോ. ഫോട്ടോ കണ്ടപ്പോ വിശ്വാസം തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമസ്കാരമുണ്ട്. നിങ്ങൾ പറഞ്ഞത് ഞാൻ സമ്മതിച്ചു. പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയണം. ഇവന്റെ പൂർവികൻ ആരാണ്? പിന്നെതാ ഇവന്റെ പൂർവികനും. സംശയമുണ്ടോ? അതൊക്കെ പോട്ടെ, നിങ്ങളെപ്പോഴാ സിറ്റിയിലേക്ക് വന്നത്? അതൊരു വലിയ കഥയാ മോനെ. ഇപ്പോഴാ ഒരു 5 മിനിറ്റ് മുമ്പ്. എന്റെ ഖന്നമോനെ, എന്റെ കാല് മാളിൽ പോയി എനിക്ക് വാങ്ങണം കുറച്ച് സാധനം. കുരങ്ങന്റെ കാല് പിടിച്ചാൽ നഷ്ടപ്പെടും എന്റെ അഭിമാനം. അടികൈ. കാല് തിരുമുന്നോ അതോ അടി വാങ്ങുന്നോ? നീ നന്നായിട്ട് തിരുമ്മി തരുന്നുണ്ട്. അതുകൊണ്ടൊരു ഗിഫ്റ്റ് തരണം. കൊള്ളാം. എനിക്കോ? എടാ, ഗിഫ്റ്റ് നിനക്കല്ല, നീ എനിക്കാണ് തരേണ്ടത്. വാ, ഷോപ്പിങ്ങിന് പോവാം. ഈ കാർ ഞാൻ ഓടിക്കും. ഇതിനു മുമ്പായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും കാർ ഓടിച്ചിട്ടുണ്ടോ? ഞങ്ങളെ പോലുള്ള പൂർവികന്മാർക്ക് ഒരിക്കലും കാർ ഉണ്ടാവുകയില്ല. നിങ്ങളെ കൊണ്ട് കാളവണ്ടി മാത്രമേ ഓടിക്കാൻ കഴിയുള്ളൂ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ബുള്ളറ്റ് ട്രെയിനും ചോപ്പറും മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. ഒന്ന് പതുക്കെ പതുക്കെ. കാർ ഇത്രയും വേഗത്തിൽ ഓടിക്കണ്ട. പതുക്കെ പതുക്കെ. രക്ഷപ്പെട്ടു. എന്റെ കാറ്. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഇത്ര വൃത്തികെട്ട വണ്ടി കണ്ടിട്ടേ ഇല്ല. ഈ അവസ്ഥ ഉണ്ടാക്കാൻ കാരണം ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് ഒട്ടും ശരിയല്ല. ഇത് നന്നാക്കാനുള്ള പൈസ ഈ തന്നേക്കണം. ഇതെന്തോന്നാ ഇത്? പൂർവികരുടെ ആശീർവാദം തന്നെ ഏറ്റവും വലിയ ധനമാണ്. ഇത് വെച്ച് കാറ് നന്നാക്കിക്കോ. ബാക്കിയുള്ള പൈസ മറക്കാതെ എനിക്ക് തന്നേക്കണം. വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. എടാ, ഇതിലെന്തോ പന്തികേടുണ്ട്. എന്ത് കേടുണ്ടെങ്കിലും കുഴപ്പമില്ല. ലേശം അജിനമോട്ടോ ഇട്ടാ മതി. കേടായതെല്ലാം ടേസ്റ്റ് ആയി മാറും.